ആഹാ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? താനൊന്ന് പോടോ. ഞാനങ്ങ് പോയേക്കാം. താൻ എന്തായി പിറുപിറുക്കുന്നേ? എന്നും ഞാനിത് കേൾക്കുന്നുണ്ടല്ലോ. ഞാനും കുറെ കാലായി ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. താൻ എന്ത് കണ്ടെന്നാ? ഹോട്ടലിലെ ജോലി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോന്നാ പോരെ? കണ്ടയിടത്തൊക്കെ നിരങ്ങിയേച്ച് പാതിരയാകുമ്പോ കയറി വരും മനുഷ്യരെ ശല്യം ചെയ്യാൻ. താനാരാ എന്നെ ഉപദേശിക്കാൻ? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. തന്റെ ജോലി ഈ പടി അടയ്ക്കലും തുറക്കലും മാത്രം. എന്റെ ജോലി എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു രാത്രി ഈ പടി തുറക്കില്ല. ചുമ്മാ ഇവിടെ വെറുതെ ഒന്നും ചലിക്കാതെ ഒരാള്. ഒരു ഊർവശി. എന്തെത്ര ലേറ്റ് ആയത്? ഹോട്ടലിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഊണ് കഴിച്ചോ? നീയോ? കഴിച്ചു. ഇന്ന് ശമ്പളം കിട്ടിയോ? ഇന്ന് എങ്ങനെയാ കിട്ടുന്നേ? തീയതി 20 ആയുള്ളൂ. പിന്നെ എത്ര രൂപ? അതൊന്നും നീ അറിയണ്ട. എന്താ? എന്തിനാ കരയുന്ന? ഒന്നുമില്ല. ഈ ലൈറ്റ് ഓഫ് ചെയ്യ്. എനിക്കൊന്ന് ഉറങ്ങണം. കക്ഷിയെ മനസ്സിലായില്ലല്ലോ. എന്റെ ഇപ്പോഴത്തെ റൂംമേറ്റാ. അങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ. ഞാൻ മുന്നോട്ട് നോക്കില്ലേ കാർ ഓടിക്കുന്നു. കുട്ടിയുടെ പേരെന്താ? ബ്യൂട്ടിഫുൾ നെയിം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ത്രിവേണി. ത്രിവേണിയിലെ സംഗമം അല്ലേ? സിന്ധു, വല്ലതും പറ്റിയോ? എന്ത് പറ്റാനാ? ഞാനല്ലേ കാർ ഓടിക്കുന്നത്. ഇപ്പൊ കാണായിരുന്നു. കാണാം. നമ്മൾ എന്തിനാ ഇവിടെ വന്ന്? ഞാൻ ഒരു പാർട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെന്താ? വിളിക്കാം. ഭാർഗവി, വരൂ. വാ മോളെ. പോ. ഒന്നുമില്ല, പോ. ശരി.
സാധാരണ 1 മണിക്ക് ഊണ് കഴിക്കാറുള്ളതാ. ഇപ്പൊ മണി 2 കഴിഞ്ഞു. സിന്ധു വരുമെന്ന് വിചാരിച്ചു ചേച്ചി. ഏ? സോറി മാഡം, ഇനി വെയിറ്റ് ചെയ്യണ്ട, ഊണ് കഴിച്ചോളൂ. ആ ഇനിയിപ്പൊ അത്താഴം മതി എന്ന് വിചാരിച്ചു. അയ്യോ അതെന്താ വിശക്കൂലേ? അരമണിക്കൂറേ ആയിട്ടുള്ളൂ ഊണ് കഴിച്ചിട്ട്. അത് ശരി, അപ്പൊ അകത്താക്കിയല്ലേ. ഹോസ്റ്റലിലേക്ക് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാലോ? ഒറ്റയ്ക്ക് വരാനുള്ള മടിവുണ്ടാവും. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു പറയൂലേ? ടൗൺ അല്ലേ, വല്ല ബീച്ചിലോ പാർക്കിലോ എവിടെങ്കിലും ചുറ്റാൻ പോയി കാണും. സിന്ധു, നമ്മൾ എവിടെ പോയെന്നും എന്തൊക്കെ നടന്നെന്നും ആരോടും പറയരുത്. ആ മേത്രൻ കുത്തി കുത്തി ചോദിക്കും. പെട്ടെന്ന് തല കറങ്ങി വീണെന്ന് മാത്രം പറഞ്ഞാ മതി. അവിടെ നടന്നത് എന്താണെന്ന് എന്നോട് പോലും പറയില്ലല്ലേ? അതൊന്നും നീ അറിയാതിരിക്കുക നല്ലത്. സോഫി എന്തിനാ കരഞ്ഞത്? എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ എന്തു വെച്ചാലും ആരും ഒന്നും പറയില്ല. എന്താ സുഖമില്ലേ? ഇല്ല. എന്തു പറ്റി? ഞാനേ മെഡിക്കൽ ഷോപ്പിൽ പോവാ. വേണേ വല്ല മരുന്നും വാങ്ങിച്ചോണ്ട് വരാം. മെഡിക്കൽ ഷോപ്പിലോ? സോഫിയക്ക് സുഖമില്ല. എന്താ അവർക്ക് അസുഖം? അതൊന്നും എനിക്കറിയില്ല. ആരോടും ഒന്നും പറയരുതെന്നാ സോഫിയ പറഞ്ഞിരിക്കുന്നേ. ഇന്നലെ നിങ്ങൾ ഒന്നിച്ച് എവിടെയാ പോയത്? എനിക്കറിയില്ല. അറിയില്ല അല്ലേ? ഞാനൊന്നും പറയില്ല. കുട്ടി, നീ വളരെ ചെറുപ്പമാണ്. നിനക്കറിയാൻ പാടില്ലാത്ത പലതുമാ ഇവിടെ നടക്കുന്നത്. നീ സിന്ധു എങ്ങോട്ടാ? മരുന്ന് വാങ്ങാൻ. മെഡിക്കൽ ഷോപ്പിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കയറിക്കോളൂ. വരൂ. ഇതെവിടെ സ്ഥലം? ഇത് ബീച്ച്. ദേ അങ്ങോട്ട് പോയിക്കേ, കടൽ. വരൂ.